നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല നാടൻ പിടിയും കോഴിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കോമ്പിനേഷൻസ് അറിയാത്തൊരു ചുരുക്കമായിരിക്കും. ഈ ഒരു രുചി എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടിയിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, 1/4 ടീസ്പൂണിലും താഴെ മതിയാകും. അതൊന്ന് അരച്ചെടുക്കണം, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. ഒരു 1.5 കപ്പോളം വെള്ളം ചൂടാക്കാൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിയുടെ കൂട്ടിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് ഒറ്റ തവണയായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് അല്പാൽപമായിട്ട് മാത്രം ഒഴിച്ചെടുത്താൽ മതിയാകും. ചൂടുള്ള കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു തവി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നൂൽപുട്ടിലേക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ല, അതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പത്തിരിയുടെ അത്രയും ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ നൂൽപുട്ടിൻ്റെ ഒരു അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം അധികമായി നമുക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് ഒന്ന് ബാലൻസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നൂൽപുട്ടിൻ്റെ ഒക്കെ ഒരു മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കുമല്ലോ, അത്രയും നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ. പിന്നീട് നമുക്ക് ഈ ഒരു കുഴച്ചെടുത്ത മാവിനെ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് മൊത്തത്തിൽ നമ്മൾ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൻ്റെ ബാക്കിയാണിത്. ഒരു 1/4 കപ്പോളം വെള്ളം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ ചതച്ചെടുത്ത മിക്സും കൂടെ കൂട്ടി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചെറുതായി തള വരുന്ന സമയത്ത് നമ്മുടെ ബോൾസ് എല്ലാം എടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ പാത്രം എടുത്ത സമയത്ത് കുറച്ചുകൂടെ ചെറുതാണെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ വലുതാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഇളക്കിയെടുക്കാനൊക്കെ ഒന്ന് സുഖമാണ്. അപ്പം ഇതിങ്ങനെ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ വട്ടമുള്ള പാത്രമാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ സിമ്പിളാണെന്ന് മാത്രം. ഒരു 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും ഒരേ സമയത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം രണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആ തേങ്ങാപ്പാൽ നമ്മുടെ ഒരു മിക്സിനോട് ഒന്നും കൂടെ കൂടി ചേർന്നിട്ട് കുറച്ച് സമയം വെന്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ സൈവിൻ്റെ അഭിപ്രായം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണെന്നൊക്കെയാണ് കേട്ടോ. അവന് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ 100% ഗ്യാരൻറ്റി പറയുകയാണ്, കാരണം നിങ്ങൾക്കും ഇഷ്ടമാകും. ചിക്കൻ കറി കുറച്ച് സ്പെഷ്യലൊന്നുമല്ല, നമ്മുടെ നോർമൽ ചിക്കൻ കറി, സാധാ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ റെസിപ്പി വീട്ടിൽ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല ചിക്കൻ കറിയും കൂട്ടിയിട്ട് ആ ഒരു ഗ്രേവിയും എല്ലാം കൂട്ടി കഴിക്കുന്നുണ്ട്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.